ഉമർ മൗലവിയുടെ തൗഹീദി ദഅവത്ത് നടന്ന കൊച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചി പ്രദേശത്തെയും ഇവിടെയുള്ള പ്രവർത്തകരെയും ആവേശം കൊള്ളിക്കുവാൻ വേണ്ടി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, 1971 മർഹൂം ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി കൊച്ചിക്കാരനായ സഹയാത്രികൻ എ ഹമീദ് സാഹിബിന്റെ കൂടെ സൽസബീൽ നടത്തിക്കൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന നിങ്ങൾ വിവാദമാക്കിയ ആ ഹദീസുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യത്തിന് സൽസബീലിലൂടെ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു വെല്ലുവിളിയായി നിങ്ങൾ കാണേണ്ടതില്ല, മാന്യമായി ഞാൻ ചോദിക്കുകയാണ്. ഉമർ മൗലവിയുടെ ആദർശം പറയുവാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ ഉമർ മൗലവി 1971 മലയാളികളോട് പറഞ്ഞ ആ ഹദീസിന്റെ താല്പര്യവും വിശദീകരണവും മുജാഹിദുകളായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകരാരും ഇന്നും ഇനിയും മാറ്റുവാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾക്ക് സാധിക്കുമോ അങ്ങനെ പറയാൻ? ഉമർ മൗലവിയെ സ്നേഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഉമർ മൗലവി പ്രസിദ്ധീകരിച്ച സൽസബീലിലെ ആ ചോദ്യവും ഉത്തരവും നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അതല്ലാതെ ഉമർ മൗലവി എന്ന പേര് പറഞ്ഞുകൊണ്ട് വികാരം കൊള്ളിച്ച് ഉമർ മൗലവിയുടെ പാതയിലാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് വീമ്പിളക്കിയത് കൊണ്ട് കാര്യമില്ല. ആത്മാർത്ഥതയും സത്യസന്ധതയും ലവലേശം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉമർ മൗലവിയുടെ ആ സൽസബീലിന്റെ ഭാഗം നിങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ തയ്യാറാകണം.